ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കൊളച്ചൽ കടപ്പുറത്താട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കടപ്പുറം ഹാർബറൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്നപ്പോൾ അടിപൊളി സീനറി, അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊളച്ചൽ കടപ്പുറവും കൊളച്ചൽ ഹാർബറും പിന്നെ ഒരു സൂര്യാസ്തമയമാണ്. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് കൊളച്ചൽ ഹാർബറിൻ്റെ ഉള്ളിലാണ്. കൊളച്ചൽ എന്ന സ്ഥലവും കടപ്പുറവും എല്ലാം ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. മലബാർ തീരത്തിലെ ഒരു മുനിസിപ്പൽ ടൗണാണ് കന്യാകുമാരി ജില്ലയിലുള്ള കൊളച്ചൽ. കന്യാകുമാരിയിൽ നിന്നും ഇവിടേക്ക് 20 കിലോമീറ്ററാണ് ദൂരം. ഒരു ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലമാണ് കൊളച്ചൽ. കൊളച്ചൽ യുദ്ധം നടന്ന ഒരു സ്ഥലം കൂടിയാണിത്. 2011 സെൻസസ് പ്രകാരം ഇവിടുത്തെ ജനസംഖ്യ 23,227 പേരാണ്. ഇത് വെറും 2011 കണക്ക് മാത്രമാണ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ഇന്ന് ഹാർബറിൻ്റെ പ്രവർത്തനം ഇല്ല. അതുകൊണ്ട് തന്നെ ആളൊഴിഞ്ഞ ഹാർബറും കുറേ ബോട്ടുകളും എല്ലാം കാണാൻ പറ്റി. തിരക്കില്ലാത്ത ഒരു ദിവസം തന്നെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗവും കറക്റ്റ് നടന്ന് കാണാനോ വീഡിയോ എടുക്കാനൊക്കെ പറ്റി. പിന്നെ ഇവിടുത്തെ ഒരു ഹാർബറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. വലിയൊരു ഹാർബറും നല്ലൊരു തുറമുഖം തന്നെയാണിത്. പിന്നെ അതുകൂടാതെ നല്ല അടിപൊളി സൂര്യാസ്തമയവും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. കന്യാകുമാരി വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ കൊളച്ചൽ ഹാർബർ. അപ്പോൾ കന്യാകുമാരിയിൽ നിന്നും വെറും 20 കിലോമീറ്റർ ദൂരമേ ഈ കൊളച്ചൽ എന്ന സ്ഥലത്തേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടിട്ട് വേഗം നമുക്ക് എന്ത് ചെയ്യാം, പോകാനൊക്കെ പറ്റും. പിന്നെ അടിപൊളി നല്ലൊരു ഹാർബർ തന്നെയാണ് കേട്ടോ. കാരണം നല്ലൊരു അടിപൊളി തുറമുഖം തന്നെയാണ് ഈ കൊളച്ചൽ തുറമുഖം. നമ്മൾ കാണുന്ന ആ സൂര്യാസ്തമയം നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഹാർബറിൽ നിന്നും പുറത്തിറങ്ങി അല്പം മുന്നോട്ട് നടന്നാലാണ് നമ്മൾക്ക് ആ സൂര്യാസ്തമയം നല്ല രീതിയിൽ കാണാൻ പറ്റും. അതുകൂടാതെ നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ. കാരണം ഹാർബറിൻ്റെ ബോട്ട് നിർത്തിയിരിക്കുന്ന ഫ്രണ്ട് ഭാഗം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ നിന്നാൽ റോഡ് വരുന്നുണ്ട്. ആ റോഡിൻ്റെ എൻഡ് വരെ പോയി കഴിഞ്ഞാൽ കടലിൻ്റെ നല്ല കാഴ്ചകളും നല്ല അടിപൊളി സീനറിയൊക്കെ കാണാൻ പറ്റും. നാച്ചോ നായടെ അവിടുന്ന് മുന്നോട്ട് വന്നാൽ കാണാവുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ബോട്ടുകളൊക്കെ ഫുള്ള് കളറാണ്, ഫുള്ള് പച്ചാണ് പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല അവിടെ വെള്ളങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് കളർ തന്നെ ഉണ്ട്. നമ്മളൊക്കെ നാട്ടിൽ പല ടൈപ്പ് നിറത്തിലൊക്കെയാണ് ബോട്ടിൽ കാണാൻ പറ്റുക. നല്ലൊരു കാഴ്ച തന്നെ കേട്ടോ. കൊളച്ചൽ കടപ്പുറത്ത് നമ്മളുള്ളത്. അപ്പോൾ അവിടുന്ന് പാറൻ്റെ മേലെ വെള്ളം കയറിയിട്ട് ഫുള്ള് പായലെത്തിയുള്ള സീനാട്ടോ. നല്ല അടിപൊളി സീനാണ്. ഒരു രക്ഷയില്ല, അടിപൊളി പൊളി. ഞങ്ങൾ സൂര്യൻ ഞങ്ങളെ താന്നു തന്നെ അസ്തമിക്കാനായിട്ട് ചുറ്റും ബോട്ട്. നമ്മളിന്ന് വെള്ളിയാഴ്ചയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇന്നലെ തിരിച്ചു പോകുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നത്. നോർമലി വെള്ളിയാഴ്ച ഇവിടെ അധികം സെയിലും കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ നല്ല ഷാറാണ് ഇവിടുത്തെ ഹാർബറും കാര്യങ്ങളൊക്കെ. ഇവിടെ സീനറി കേട്ടോ, ഒരു രക്ഷയില്ല. ബാക്കിൽ കാണാനല്ലേ നമ്മൾ ബാക്കിൽ തന്നെ സൂര്യൻ നിൽക്കുന്നത്, അസ്തമിക്കാനായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇവിടുത്തെ സീനറി എന്ന് വെച്ചാൽ അടിപൊളി സീനറി കേട്ടോ. നല്ല അടിപൊളി ഹാർബറും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടുത്തെ ബോട്ടിലൊക്കെ പ്രത്യേകിച്ച് കളർ കോഡ് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ ബോട്ടും പച്ച കളറാണ്. വെള്ളത്തിനാണെങ്കിലും ചെറിയ വെള്ളത്തിനാണെങ്കിലും ഒരു കളറിനാണ്. പിന്നെ അതുകൂടാതെ ബാക്കിൽ കണ്ടില്ലേ, ഒരു രക്ഷയില്ല സീനറിയാണ്. നമ്മൾ ഓരോ കടപ്പുറത്ത് പോകുമ്പോൾ അവിടുത്തെ വേറെ വ്യത്യസ്ത ഇതായിരിക്കും കേട്ടോ. നമ്മൾ ബാക്കിൽ ചെറിയൊരു സ്റ്റേജ് പോലെ എന്തൊക്കെ കെട്ടുന്നുണ്ട്, കാണാൻ പറ്റും. ബാക്കിൽ കണ്ടില്ലേ, ഇതിൻ്റെ വേലയിടത്ത് നമ്മൾ നിൽക്കുന്നത്.
ബാക്കിലൂടെ വ്യൂ ഉണ്ടല്ലോ രക്ഷയില്ല കേട്ടോ. ഏതാ സീനറി ഒരു വെള്ളം പോകണ്ടില്ല അത് ആട്ടി കഴിഞ്ഞിട്ട് സമ്മതിക്കാട്ടോ. അവരുടെ രക്ഷയില്ല. എന്ത് രസമായിട്ട് അവർ എന്ത് പേരില്ലാതെ പോകുന്നത്. ലൈഫ് ജാക്കറ്റ് പോലും ഇടാതെ അവർ പോകണം. ആച്ചുമോ കടലെങ്ങണ്ട്? അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു സൂര്യാസ്തമയം കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻ്റായിട്ട് എന്ത് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.